ഇതാരാ ബീന ആന്റണി? എൻ്റെ അമ്മോ, ശ്വേത ചെയ്തത് വിശ്വാസവഞ്ചന. പിഷാരടിയെ എത്രമാത്രം ബാധിക്കുമെന്ന് പോലും അവർ ആലോചിച്ചില്ല. സത്യം പറഞ്ഞാണ്ടല്ലോ, ശ്വേതാമേനോൻ അത് ആലോചിച്ചില്ല. ശ്വേതാമേനോൻ പോസ്റ്റ് ചെയ്തത് മറ്റേ ആ ചിരിയും ഇവൻ നമ്പറുമായിട്ടല്ല അതിട്ടത്. അത് പിഷാരടി അതാണ് ചെയ്യുന്നതെന്ന് ശ്വേതാമേനോൻ മനസ്സിലായി പോലും ഇല്ല. അവർ ഇവനോട് പറഞ്ഞ കാര്യം, അതായത് അവിടെ നടന്ന സംഭവം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാക്കാമെന്ന് പിഷാരടി പറഞ്ഞിട്ട് പോയി മയിര് നടന്നില്ലെന്നുള്ള രണ്ട് പരിപാടിയാണ് വിളിച്ച് പറഞ്ഞതെന്ന് തോന്നുന്നു. മറ്റേത് ഞാൻ പറഞ്ഞില്ല, എന്നെപ്പോലത്തെ പെർവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിച്ചെടുക്കുന്ന, അല്ലാതെ വേറൊന്നുമില്ല. അത് ശ്വേതാമേനോൻ ആദ്യവും മനസ്സിലായില്ല, പോസ്റ്റ് ഇട്ടപ്പോഴും മനസ്സിലായില്ല, ഇപ്പം മനസ്സിലായി കാണും. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ശ്വേതാമേനോൻ ഇതിനകത്ത് ലൈക്ക് ബട്ടൺ നിൽക്കുക. ശ്വേത ഇങ്ങനെ വെറുതെ എതിർത്ത് നിൽക്കുന്നു ഇമാരുടെയൊക്കെ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? പിന്നെ ശ്വേതാമേനോനെ കണ്ടിട്ട് ഇമാതിരി ഐറ്റം കാണിക്കാൻ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും മടിയില്ലാത്തവരാണ്. കാരണം പുള്ളിക്കാരിയെ അങ്ങനെ ഒരു തരത്തിൽ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അത് ശരീരത്തോട് തന്നെയുള്ള സാധനമാണ്. അവരുടെ എന്താ പറയണ്ടേ, ഗ്ലാമറോ ഫിസിക്കോ ഒക്കെ കണ്ടിട്ട്, രതിനിർവേദം പോലത്തെ പടമൊക്കെ കണ്ടിട്ട് സംഭവിച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ ചോദിക്കുമോ ഇങ്ങനത്തെ നമ്പറൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നൊന്നുമില്ല. അവർ ആ കോൺവെർസേഷനിൽ പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവർ മറ്റേ വിഷയം നടക്കുന്നുണ്ട് അവിടെ കണ്ട്, ഇവരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട പിഷാരടി ചെയ്തത് പോരാ എന്ന രീതിയിൽ എന്തോ ആണ് അവർ ആ കാര്യം പോസ്റ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്വേതാമേനോൻ ഇങ്ങനെയൊന്നും ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിഷാരടി അങ്ങനെ ഉദ്ദേശിച്ചില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ എന്നെ വിളിക്കണ്ടേ? നിങ്ങൾക്കൊക്കെ എന്താ ഇങ്ങനെ? നിങ്ങൾക്കൊന്നാമത് നിങ്ങളെ കൊണ്ടൊന്നും ഇതൊന്നും, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ച് തരട്ടെ? എല്ലാവരും അമ്മയുടെ പ്രശ്നം ഞാൻ പരിഹരിച്ച് തരണോ? എന്നെക്കൊണ്ട് പറ്റും. നിങ്ങളെ കൊണ്ട് അതൊന്നും അതിനുള്ള കഴിവില്ല പലർക്കും. നിങ്ങളുടെ കൂട്ടി സിനിമാ നടി എന്ന് പറയുന്നവർക്ക് അങ്ങനെ ഒരു കഴിവില്ല. ഇതല്ല, നിങ്ങൾക്ക് അഭിനയിക്കാനേ അറിയത്തുള്ളൂ. നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്പേർട്ട് ആൾക്കാരെ വിളിക്കുക, ഞാൻ പരിഹരിച്ച് തരാം, മീഡിയ ഹാൻഡിൽ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് പറഞ്ഞാൽ കേൾക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എല്ലാവർക്കും കൃത്യമായ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തി തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മോഹൻലാൽ മമ്മൂട്ടി പോലത്തെ ആൾക്കാർ അവിടെ വന്ന് കിടന്ന് കണവണ പറയാൻ സമ്മതിക്കരുത്. അത്രേ ഉള്ളൂ. എൻ്റെ അടുത്തെങ്ങാനും വന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഞാൻ ചവിട്ടി പുറത്താക്കും. പറഞ്ഞേക്കാം, ചവിട്ടത്തൊന്നുമില്ല, തള്ളി പുറത്തോട്ട് അങ്ങോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഓഫീസ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വിഷമിക്കരുത്. അതെ, വെറുതെ പറഞ്ഞല്ല. ഈ ടീമുകളൊക്കെ വന്നിട്ട് വലിയ അതല്ല ഇതല്ല. പക്ഷേ മോഹൻലാലൊന്നും അങ്ങനത്തെ ആൾക്കാരല്ല, മര്യാദയാണ്. പക്ഷെ ഞാൻ കൃത്യമായിട്ട് ചെയ്തു തരാം. ഇത് ഞാൻ ചുമ്മാ പറയാമല്ലോ, ഇതിലും വലിയ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ചീള് കേസ്. നിങ്ങൾ ഈ അമ്മയെന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് വലിയ സംഘടനയാണോ വലിയ കമ്പനിയാണോ? ഒന്നും അല്ല, ചെറിയൊരു ഊച്ചാളി സെറ്റപ്പാണ് അത്. അല്ലാതെ അത് വലിയ ഒരു മാനേജ്മെൻറ്റ് വേണ്ട സ്ഥലമൊന്നും അല്ല. കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ കൂടുതൽ എംപ്ലോയീസിനെയൊക്കെ നമ്മളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇല്ല, ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അങ്ങനത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ വല്ലവരും വിളിച്ചവിടെ എടുത്ത് വിവരം വിദ്യാഭ്യാസമുള്ള ആരും ഇല്ലാതെ നിങ്ങളുടെ കൂടെ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും പറഞ്ഞ് തെറിയും പറഞ്ഞ് നടക്കുക. ഇതൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യത് ഒരു സാധനം ഉണ്ടാകുന്നു. ശ്വേതാമേനോൻ ഇറങ്ങി ഓടിയൊന്നും വേണ്ട, ആരാണ്ട് പറയുക. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് എന്ത് ചെയ്ത് ഞാൻ ഇതൊക്കെ എടുത്ത് ഷെയർ ചെയ്തിടുന്നതാണല്ലോ. ഇതൊക്കെ എവിടെ പോയി? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കൊണ്ട് ഞാൻ ഓരോ വാർത്ത കാണുമ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യുവേ, അതിപ്പോൾ എങ്ങോട്ട് പോയി? എന്തിനാട്ടെ ഈ ശ്വേതാമേനോനൊക്കെ ഇറങ്ങി ഓടിയെന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ബാബുരാജോ. എങ്ങനെ ഇറങ്ങി ഓടായിരിക്കും? നിങ്ങളൊക്കെ അല്ലേ അവിടെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ വാ തുറന്നു എല്ലാം പറഞ്ഞു കാണും, അവരത് കേട്ടിട്ട് രക്ഷപ്പെട്ട് ഓടിയായിരിക്കും. പക്ഷെ ഇതൊന്നും നോട്ട് ദ പോയിന്റ്. ഇഫ് യു വാണ്ട് എനി സപ്പോർട്ട് ഓർ ഇഫ് യു വാണ്ട് ടു മേക്ക് എ ബെറ്റർ, എന്താ പറയുക, ബെറ്റർ അമ്മ ഓർ അപ്പൻ ഓർ എന്തും, നിങ്ങൾക്ക് എന്നെ തീർച്ചയായിട്ടും അറിയിക്കാം. മറ്റേ എന്താ പറയണ്ടത്, പഴയ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഒരു റിട്ടയർ ആയി പോയി കിടന്നിട്ട് കള്ളൊക്കെ കുടിച്ച് നടന്നൊരു ആൾ, മോഹൻലാലിൻ്റെ ഒരു പടമുണ്ട് ഏതൊന്നും, അല്ലെ പൃഥ്വിരാജ് കള്ള് കുടിച്ച് നടന്നിട്ട് മെമ്മറീസോ. അപ്പോൾ എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ പറയും മരത്തിലെന്ന് പറയും. അതൊന്നും മരത്തില്ല, ഞാൻ ഭയങ്കര ഉഴപ്പാണ്. ഞാനിപ്പോൾ ജോലിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നാളായില്ലേ, കരിയർ ബ്രേക്ക്. അപ്പോൾ അതുകൂടാതെ ഞാൻ ഭയങ്കര അലമ്പാണ്. അതിന് മുമ്പ് ഞാൻ ഭയങ്കര മിടുക്കനാണ്, മനസ്സിലായോ? അത് ചെകുത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ ഈ സിനിമ, അവിടെ ചീത്തം പേരൊക്കെ ആയിട്ടിരിക്കുക. പക്ഷേ എന്നെ തിരിച്ച് വിളിച്ചാൽ ഞാൻ വന്നത് ശരിയാക്കി തരും. ശരിയാക്കുമെന്ന് ഞാൻ ക്ലിയർ ആക്കി കൈ തരും. ഒരു സിസ്റ്റം അങ്ങ് ഡെവലപ്പ് ചെയ്യും. സിനിമയ്ക്ക് മൊത്തത്തിൽ ചെയ്തു തരാം. ഒരിടത്തൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, മനസ്സിലായില്ലേ? ഒരു കുഴപ്പമുണ്ടാകത്തില്ല, 100% ഉറപ്പ്. വേണേ വിളി. അല്ല, നിങ്ങളെ കൊണ്ട് ഒന്നും പറഞ്ഞിട്ടുള്ള ആരും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാർ വേണം വരാൻ. അതിനുള്ള എക്സ്പീരിയൻസ് വേണം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. എല്ലാത്തിനും ഹാൻഡിൽ ചെയ്യാം. ഇവരുടെ എല്ലാം
എന്താ പറയുക, മാനസിക, ശാരീരിക ആരോഗ്യ നിലവാര സമ്പർക്ക പരിപാടികളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിച്ചും തരാം. എന്നിട്ട് നിങ്ങൾ ചെയ്തു, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ അവിടെ വന്നൊരു 3-4 മാസം നിൽക്കാം, അല്ലെങ്കിൽ ഒരു 5 മാസം സമയം തന്നാൽ മതി, പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പൊക്കോളും, എനിക്ക് കുറച്ച് പൈസ തരണം. ഞാൻ ഫ്രീ ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ കുറച്ച് പേർക്ക് ഇങ്ങനത്തെ മാനേജ്മെൻറ്റൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാറുണ്ട്. ആപ്പ് ഡെവലപ്പ് ചെയ്യാം, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാം, വെബ്സൈറ്റ് ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും നമുക്ക് എന്തുവേണമെങ്കിലും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെബ്സൈറ്റൊക്കെ ഓൾറെഡി കാണും, പക്ഷേ മാനേജ് സിസ്റ്റം റോങ് ആണ്, എന്തോ പ്രശ്നമുണ്ട് അവിടെ. അതിൻ്റെ ഒരു പഴഞ്ചൻ രീതികളാണ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഓക്കെ.